കാട്ടിക്ക് പോവാട്ടോ. അപ്പൊ വാ പോവാ. അപ്പൊ നമ്മളിങ്ങനെ കാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം കാട്ടിലെത്താനായി. കാടെത്തി ഗൈസ്, കാടെത്തി. നമ്മളിതാ പെരുമ്പാമ്പൊക്കെ ഉള്ള പുതിയ പുതിയ പോണേ. പെരുമ്പാമ്പൊക്കെ സ്ഥലമാണ്. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളൊരു പൂന്തോട്ടത്തിലെത്തിട്ടാ. കാട്ടിലുള്ളൊരു പൂന്തോട്ടം. എന്താല്ലേ കാട്ടുപുല്ലാന്നാ തോണ്ട്. നമ്മൾ കാട്ടു വന്നപ്പോ 500 വർഷത്തിൽ ഒരിക്കൽ കാണുന്ന തേങ്ങ ഇതാ കണ്ടോളി. അത് ഞങ്ങളുടെ സാധനം കണ്ടില്ലേ, നല്ല ബമ്പം സാധനം. സംഭവം ഈ കാട് വെറൈറ്റി കാടാട്ടോ. പല സംഭവം ഉണ്ട്. നല്ല ഫ്രഷ് വെള്ളമാണ് ഈ കാണുന്നത്. കാണിച്ചു തരും കേട്ടോ. ഏതാണ് ടേസ്റ്റ്. കുടിച്ചോക്കെ ടേസ്റ്റ് ഉണ്ട്. മധുരം കഴിക്കുള്ള മധുരം കളിക്കാനൊന്നും പച്ചളൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല തൊരിപ്പ്. ഈ കാണുന്ന മരം കണ്ട നല്ലൊരു വിഷമുള്ളൊരു വെറൈറ്റി സാധനമാണ്. അത് നമ്മൾ ഈ കാട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാധുത പൂന്തോട്ടത്തിൽ പോയി കണ്ട് പൂവൊക്കെ പറിച്ചു വന്നു. അപ്പൊ ഈ സാധനം എന്താ വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ വിളവ് കത്തിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ കത്തിച്ച് ലൈറ്റൊക്കെ ഉണ്ടാവും. ഇത് ലൈറ്റ് കത്തിക്കാൻ ഉപയോഗിച്ച സാധനമാണ്. ആ മേലെ കണ്ട് കത്തിച്ചാടിയാളാ. അങ്ങനെ വാ പോവാ. നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാ. രക്ഷപ്പെട്ടു. അങ്ങനെ നടന്നിട്ട് പാമ്പും കുയിലെത്തിട്ട് പാമ്പുണ്ട്, സംശയമുണ്ട്. ഇതവിടെ ഒരു പണ്ടത്തെ ആൾക്കാര് ഇരിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കാണിച്ചു. അങ്ങനെ ഇരിക്കാൻ നമ്മളിപ്പോ ഒരു മല ചേരാട്ടോ. ഇവിടെ പണ്ടത്തെ കൊല്ലം നല്ല കുത്തനുള്ള മലയാണ്. ഇവിടെ രണ്ട് കാട്ടിവാസികളൊക്കെ ഉണ്ട് കേട്ടാ. അതവിടെ പല ഭാഗത്ത് നടക്കണ്ടേ. ഓ കേട്ടാ എന്ത് നടത്തരാ. ഓ രസാണ്. അങ്ങനെ മലയൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ പോണടി കണ്ട കാഴ്ച കേട്ടത് നല്ല മനോഹരമായ കാഴ്ച അല്ലേ. ഏതല്ലേ മൂന്നാർ പോയ അതേപോലെ തന്നെ. കുറച്ചേരം നമ്മൾ വിശ്രമിച്ചിട്ട് നമ്മള് പിന്നെയും യാത്ര തുടങ്ങിട്ടാ. സംഭവം മണ്ണൊക്കെ സംഭവം നമുക്ക് അറിയിട്ടാ. കാട്ടുവാസികളെ വീടാണ്. തീർന്ന സ്ഥല സംഭവം. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ശരിയാണ്. ആ ഇതാ ഓല വീടിന്റെ പുറം കണ്ടുപോയിട്ടോ. ഇങ്ങനെയാണ് ഓലൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മളെ സാധു തെങ്ങ് കയറി തേങ്ങ കിട്ടിട്ടാണ്. എല്ലാരും കുടിച്ചു കഴിഞ്ഞു. തേങ്ങല്ല ഇളനീറാ. മൂന്ന് കിട്ടിയത് കാട് ഏകദേശം കഴിഞ്ഞൊന്നും തോണ്ട്. നടന്നിങ്ങനെ പോണടിയിൽ നല്ല പൗത്ത ചാമ്പക്കൾ കിട്ടി. അതിന്റെ ഇടയിലാണ് ഇപ്പം കട്ടെടുത്ത് കൊണ്ടുപോകണം. കണ്ടില്ലേ, വെറുതെ കാട്ടുവാസികളെ കത്തിയെടുത്ത് തൊട്ടാണ്. കയ്യുമ്പോ മുറിയായി. നമ്മളിപ്പോ മലന്റെ മുകളിലെത്തിട്ടോ. നല്ല സീനറി ഇവിടുന്ന് കാണുന്നത്. അതാ ഒരു കാട്ടുവാസിയുടെ വീട്. നമ്മളിവിടുന്ന് മലന്റെ മുകളിൽ കണ്ട. ഇന്നത്തെ കാട് പോക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമന്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത്